ദേശീയരാണ്. ഇന്ത്യയുടെ ദേശീയരാണ്. जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड़ उत्कल बंगा। विंध्य हिमाचल यमुना गंगा उज्जल जलधि तरंगा। तव शुभ नामे जागे शुभ आशीष मांगे। गाहे तव जय गाथा जन गण मंगल दायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണലിസ്റ്റ് ഫോറത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ പുഷ്പരാജ് ആളുകളാണ് ക്ഷണിച്ചിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു 10-23 വർഷമായിട്ട് പ്രവാസിയായിട്ട് ഷാർജയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സമയത്തൊക്കെ ഷാർജയിലെ പൊതുരംഗത്ത് ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ കേൾക്കുന്ന ഒരു പേരാണ് ശ്രീ സജി ചെറിയാൻ എന്നത്. സത്യത്തിൽ ഇന്നാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായത്. എൻ്റെ കൂടെയുള്ള പത്മകുമാർജി ഇവരെല്ലാം മറ്റ് ശില്പാജിയൊക്കെ പല സമയങ്ങളിലുമായിട്ട് അദ്ദേഹവുമായിട്ട് കൂടി കഴിച്ച് നടത്താറുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പറയാറുണ്ട്, അതോടൊപ്പം വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ അറിയാറുണ്ട്. ഇപ്പോ അടുത്ത സമയത്ത് അദ്ദേഹം ചെയ്ത വലിയൊരു മഹത് പ്രവൃത്തിയുടെ അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ ഇന്ത്യയിൽ നിന്നും വന്ന സൗദി അറേബ്യയിലേക്ക് പോകാനായി ഇവിടെ ക്വാറന്റൈൻ കഴിഞ്ഞ് തിരിച്ച് സൗദിയിലേക്ക് പോകാനായിട്ട് വന്നുള്ള നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ വിട്ടുപോയി സൗദി അറേബ്യയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. അപ്പൊ അവരുടെ ഒരു നിശ്ചിത ദിവസത്തിനുള്ള പാക്കേജുമായിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് അവർക്ക് താമസിക്കുവാനും അവരുടെ ഭക്ഷണം ഇനി അവർക്ക് തിരിച്ചു പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അവരെ സംരക്ഷിച്ച ഈ സ്ഥലവും ഭക്ഷണവും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് സഹിച്ചറിയാൻ, അതുപോലെ തന്നെ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന അദ്ദേഹത്തെ ഇന്ത്യൻ നാഷണലിസ്റ്റ് ഫോറത്തിന്റെ പേരിൽ ആദരിക്കുവാനുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതില് ഈ മഹത് യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണലിസ്റ്റ് ഫോറത്തിന്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ പത്മകുമാർജിയെ ഞാൻ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഈ പ്രവാസ ലോകത്ത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആധ്യാത്മിക പ്രവർത്തനങ്ങളും മറ്റ് പൊതുപ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപൻ കൂടിയായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ സജി ചെറിയാൻ അവരെ ഞാൻ
ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ത്യൻ പീപ്പിൾസ് ഫോറത്തിന്റെ UAE വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ ശില്പ നായർ, അവരും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പൊതുപ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഈ പ്രവാസ ലോകത്ത്, ഈ പ്രവാസ മണ്ണിൽ ജനിച്ചു വളർന്ന് വർഷങ്ങളോളം ഈ പ്രവാസികളുടെ ഇടയിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹീത കലാകാരി കൂടിയായ ശ്രീമതി ശില്പ നായരെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ പീപ്പിൾസ് ഫോറത്തിന്റെ ഷാർജ എമിറേറ്റ്സിന്റെ പ്രസിഡന്റായിട്ടുള്ള ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ഷാർജയുടെ പൊതുരംഗത്തും ആധ്യാത്മിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രീ വിനേഷ് മോഹൻജിയെ, വിനേഷ് ജി എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന വിനേഷ് ജിയെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. അതോടൊപ്പം IPFന്റെ ഷാർജയുടെ ട്രഷററായിട്ടുള്ള ശ്രീ ജയപ്രകാശിയെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ശ്രീ രാജേഷ് കെ അപ്പു, ഇൻകാസ് ഫുജറയിലെ ഇൻകാസിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ പൊതുപ്രവർത്തകർക്കും, ഇവിടെ കഷ്ടത അനുഭവിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങൾ, പ്രവാസ സഹോദരങ്ങൾക്കും എല്ലാവർക്കും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിനായി ശ്രീ പത്മകുമാർജി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. ആദരണീയനായ നമ്മുടെ മുഖ്യ അതിഥി, മിഡിൽ ഈസ്റ്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ സർവശ്രീ ശ്രീ സജി ചെറിയാൻ അവർ, ഈ വേദിയിലെ സദസ്സിലും ഇരിക്കുന്ന നല്ലവരായ പ്രവാസി സുഹൃത്തുക്കൾ, വളരെ അവിചാരിതമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. വളരെ വൈകിപ്പോയ ഒരു ചടങ്ങാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഈ ചടങ്ങ്. കാരണം ഈ പ്രവാസ ലോകത്ത് ഏതുതരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നാലും അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ദുബൈയിലും ഷാർജയിലും ഒക്കെയാണ്. ദുബൈക്കും ഷാർജയ്ക്കും അപ്പുറം മറ്റൊരു പ്രവാസ ലോകമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ശ്രീ സജി ചെറിയാണ്. ഒരു ചെറിയ കാര്യങ്ങൾ പോലും ദുബൈയിൽ നടന്നാൽ അതിന് കിട്ടുന്ന മീഡിയ കവറേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. പക്ഷെ ഗുജറ പോലെ ഉള്ള ഒരു സ്ഥലത്ത് അതിന്റെ 100 ഇരട്ടി പ്രയത്നം ആവശ്യമായിട്ടുള്ള ഒരു കർമ്മം ചെയ്താൽ അത് ജനങ്ങൾ അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ത്യൻ നാഷണലിസ്റ്റ് ഫോറം ഷാർജയിൽ നിന്ന് ഇവിടെ വരാൻ വൈകിയത്. ആ വൈകിയതിനുള്ള ക്ഷമാപണത്തോടുകൂടി നമുക്ക് ഈ യോഗം ഇന്ന് ആരംഭിക്കാം. ശ്രീ സജി ചെറിയാനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന, എൻ്റെ ഈ സദസ്സിലിരിക്കുന്ന, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സജി ചെറിയാൻ ആരാണെന്നും എന്താണ് അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഫലമെന്നും അനുഭവിച്ചറിഞ്ഞവരാണ്. ഞങ്ങളൊക്കെ കേട്ടറിഞ്ഞവരും കണ്ടറിഞ്ഞവരുമാണ്. നിങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്. നിങ്ങളുടേതല്ലാത്ത ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്, ചില ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾ ഈ ഫുജേറയിൽ എത്തപ്പെട്ടവരാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കർമ്മഭൂമിയായ സൗദി അറേബ്യയിൽ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് നീക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക, ഈ കോവിഡ് കാലത്ത് ഒരു ദൈവനിശ്ചയമായിരിക്കാൻ കുറച്ചു കാലം നിങ്ങൾക്ക് ശ്രീ സജി ചെറിയാനെ പോലുള്ളവരുടെ ഒരു ശിക്ഷണത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജീവിക്കണമെന്നുള്ളത് അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങൾ സൗദിയിലേക്ക് പോകുന്നതിന് മുമ്പ് കുവൈറ്റിൽ പോകാനുള്ള ഒരു 3-4 പേരുണ്ട് എന്നെനിക്കറിയാം. എങ്കിലും കോമണായിട്ട് പറഞ്ഞ സൗദിയിൽ നിന്ന് പറഞ്ഞു.
നിങ്ങൾ ഈ നാട്ടിൽ നിന്നും 30-ാം തീയതിക്ക് മുമ്പ് പോകും എന്ന് ഏതാണ്ട് തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ രക്ഷകനായി നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ശ്രീ സജി ചെറിയാനെ ആദരിക്കേണ്ടത് ഈ പ്രവാസ ലോകത്ത് UAE ജീവിക്കുന്ന ഏതൊരു പ്രവാസികളുടെയും കടമയാണ്, കർത്തവ്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തെ ആദരിക്കുവാനുള്ള ഈ ചടങ്ങിന് നമ്മൾ തയ്യാറായത്. ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് യോഗ നടപടിയിലേക്ക് നീങ്ങുകയാണ്. അടുത്ത ശ്രീ പുഷ്പ. നമ്മുടെ ഇന്നത്തെ പ്രധാന കർത്തവ്യം ആദരണീയനായ ശ്രീ സജി ചെറിയാനെ ആദരിക്കുക എന്നുള്ളതാണ്. അതിനായി INF-ന്റെ പ്രസിഡന്റ് ശ്രീ പത്മകുമാർജിയെ പൊന്നാട അണിയിക്കുന്നതിനായി പത്മകുമാർജി ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കുന്നതിനായി ശ്രീ സജി ചെറിയാനെ ക്ഷണിക്കുന്നു. തന്നെ പൊന്നാട അണിയിക്കുന്ന മോഹൻറ്റോ നൽകുന്നതിനായി ശ്രീമതി ശില്പ നായരെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ സജി ചെറിയാനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, സത്യത്തിൽ ഞാൻ ഇന്നലെയാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ചടങ്ങ് കാര്യങ്ങളൊക്കെ. വളരെ സന്തോഷമുണ്ടായി. കാരണം ഇവരൊക്കെ ദുബൈയിലെ പല ഭാഗങ്ങളിൽ നോക്കി എത്തിയിട്ടുണ്ട്. അതുപോലെ ശില്പ മാഡം, അതുപോലെ പത്മകുമാർ സാറ്, ഇവരെല്ലാവരും അതുപോലെ തിരക്കിലുള്ളവരാണ്. അവർക്കൊക്കെ ഈ കറക്റ്റ് സമയത്തിനൂടെ എത്തിച്ചേരുകയും നിങ്ങളോടൊക്കെ 2 വാക്ക് സംസാരിക്കാൻ അവർ വരികയും നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുവാനും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയാനും ഒക്കെയുള്ള ഒരു അവസരം വന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിൽ കാണുകയുണ്ടായി PCR ടെസ്റ്റ് വീണ്ടും എടുത്തു വേണം നമ്മുടെ നാട്ടിലോട്ട് പോകേണ്ടത് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം നിങ്ങൾക്ക് എങ്ങനെയും നിങ്ങൾ സൗദിയിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം. കാരണം നിങ്ങൾ എല്ലാവരും അവിടെ സൗദിയിൽ എത്തിച്ചാലും നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. കാരണം എങ്കിൽ മാത്രമേ ഞാൻ ചെയ്ത ഒരു പ്രവൃത്തിയുടെ അതിൻ്റെ പൂർണ്ണ ഇതിലെത്തുകയുള്ളൂ. കാരണം എനിക്കതാണ് ആഗ്രഹം. കാരണം പരമാവധി നിങ്ങളെല്ലാവരെയും ഇവിടുത്തെ ലോക്ക്ഡൗൺ കാലാവധി മാറി, അതായത് സൗദിയിലെ ബോർഡർ ഓപ്പൺ ചെയ്ത് നിങ്ങളെല്ലാവരും സൗദിയിലെത്തുക, അതാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ ചെയ്യുന്നുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ വളരെ ബുദ്ധിമുട്ടിലും വിഷമത്തിലുമാണെന്നറിയാം. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ സൗദിയിലേക്ക് ഫ്ലൈറ്റ് കയറിയ നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ രാജ്യത്ത് വന്ന് കൂടുകയും നിങ്ങളെപ്പോലുള്ള കുറച്ച് പേരെ എനിക്ക് സഹായിക്കാൻ സാധിക്കുകയും ചെയ്ത് ഒരു വലിയ പുണ്യമായി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഫുജിറയിൽ ഇങ്ങനെയൊക്കെയുള്ള എന്ത് അവസ്ഥ വന്നാലും സഹായിക്കാനുള്ള ഒരു താൽക്കാലിക കാര്യങ്ങൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അത് ഞാൻ അവിടെ പൈസയോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ എന്ത് കാര്യത്തിനും മുൻപന്തിയിൽ തന്നെ നിൽക്കാറുണ്ട്. കാരണം ഫുജിറയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ തുച്ഛമായ ആൾക്കാരെ ഉള്ളൂ. മലയാളികളായാലും പൊതുവെ ഫുജിറ എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്ഥലമാണ്. ദുബായ്, ഷാർജ, ഈ ഉമ്മൽക്കോയ്, അജ്മാൻ എന്നൊക്കെ പറയുന്നത് അത്രയും വലിയൊരു സ്ഥലത്താണോ എത്രയോ ആൾക്കാരുണ്ട്. കാരണം ഇവിടെ വളരെ തുച്ഛമാണ്. ആ തുച്ഛമായ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്
ചെയ്യാൻ സാധിക്കുന്നത്. അതിനകത്തൊരു വലിയ സന്തോഷം എനിക്കുണ്ട്. കാരണം ഇങ്ങനെ ചെയ്യാൻ കുജറെന്നുകൊണ്ട് സാധിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ആരോ ഒരാളുടെ വൈഫ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഇന്നലെ നിങ്ങളെ കാണാൻ വരായിരുന്നു, പക്ഷെ എനിക്ക് ഇതുവരെ സാധിച്ചില്ല. അതുകൊണ്ട് അത് ആരാണെന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം നിങ്ങൾക്ക് ഈ മാസ്ക് വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഞാൻ പുള്ളിയുടെ ഫോട്ടോ പുള്ളിക്കാരെ കിട്ടുന്നിരുന്നു. അത് ആരാണെന്ന് വെച്ചാൽ ഒന്ന് എഴുന്നേറ്റാൽ ആ ഒരാളിന് ഞാൻ എൻ്റെ കമ്പനി ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടി ഞാൻ ഇന്നലെ വന്ന് സംസാരിക്കാനായിട്ടുണ്ട്, പക്ഷേ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ആ ഒരു വ്യക്തി ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നാളെ മുതൽ നമ്മുടെ കമ്പനിയുടെ അക്കോമഡേഷനിലോട്ട് മാറാനുള്ള ഒരവസരം ഉണ്ടാക്കി തരാൻ ഞാൻ തയ്യാറാണ്. അതാരാണോ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫോണിലുണ്ട് പുള്ളിയുടെ ഫോട്ടോ, ഞാനത് നോക്കിയെടുത്തിട്ട് ഞാൻ നാളെ ജിയോ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വരും. അപ്പം പുള്ളിയോട് സംസാരിക്കാൻ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഞാൻ കുറച്ച് ആൾക്കാരെ ആവശ്യമുണ്ട് ഇപ്പോൾ തൽക്കാലം. അത് നിങ്ങളുടെ പ്രൊഫഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ 100% നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് കാരണം ഇതിനകത്തിരിക്കുന്ന പലരും ഈ സൗദിയിലൊക്കെ വർഷങ്ങൾ ജോലിയെടുത്തവരുണ്ട് ഇതിനകത്ത്. കാരണം നിങ്ങൾക്കൊക്കെ കിട്ടേണ്ട ബെനിഫിറ്റുകളും ഒക്കെ അവിടെ നിൽക്കുന്ന അവസരത്തിൽ പരമാവധി അങ്ങനെയൊക്കെ ഉള്ളവർ അവിടെ ചെന്നത് അത് വാങ്ങി നമ്മൾ നിൽക്കുന്ന കമ്പനി തന്നെ തുടരാൻ നിങ്ങൾക്കൊരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ നിങ്ങൾ നോക്കണം. കാരണം അതാണ് നിങ്ങൾക്ക് വലുത്. കാരണം നിങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് മാറി വേറെ ജോലി പോകുന്നതിനേക്കാൾ നല്ലത് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുടെ സാഹചര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ഒഴിവാക്കരുത്. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. ഈ സൗദി ബോർഡർ എപ്പോൾ ഓപ്പൺ ചെയ്യുന്നു അന്ന് വരെ നിങ്ങൾക്ക് 100% ഒരു ബുദ്ധിമുട്ടില്ലാതെ നോക്കാൻ ഞാനും എൻ്റെ കൂടെയുള്ള എൻ്റെ സ്റ്റാഫൊക്കെ നിങ്ങളെ ഒക്കെ കാര്യങ്ങൾക്ക് വന്ന് എപ്പോഴും നിങ്ങളോട് സംസാരിക്കപ്പെടുന്ന ജീവൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ കുവൈറ്റിൽ നിന്നുള്ള എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് നസർ പട്ടാമ്പി, ഞാൻ നിങ്ങളിവിടെ എത്തുന്ന സമയത്ത് ഞാൻ നസർ പട്ടാമ്പിയായിട്ടൊന്ന് സംസാരിച്ചേ ഉള്ളൂ. നിങ്ങൾക്കുള്ള ഫുഡ് പുള്ളി ഇത്രയും ദിവസം അതുപോലെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കുന്ന അവസരം എത്ര ദിവസമാണെങ്കിൽ ചെയ്ത് തന്നെ പുള്ളി നിങ്ങൾക്കായിട്ട് നിങ്ങൾ പോകുന്നവരെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഫുഡോ എന്ത് വേണമെങ്കിലും തന്ന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടു. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ജീവനെ അറിയിക്കുക. ജീവൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും ജീവൻ സാധിച്ചു തരും. അതുപോലെ തന്നെ നിങ്ങളുടെ താമസ സൗകര്യത്തിൻ്റെ ആയാലും എന്ത് ബുദ്ധിമുട്ടായാലും 100% ഞങ്ങളുടെ ആൾക്കാർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് നല്ലത് വരും. നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങളെല്ലാം സൗദിയിലും അതല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ പോകേണ്ടി വരുമെന്ന ഒരവസരം ഉണ്ടായാൽ തിരിച്ച് വീണ്ടും നിങ്ങൾക്ക് വരാൻ പറ്റും. കാരണം ഇതിനകത്ത് കൂടുതൽ വർഷം സൗദിയിൽ ഉണ്ടായിരുന്നവരുണ്ട്. നിങ്ങളൊക്കെ ചെയ്യേണ്ടത് അതേ കമ്പനി തന്നെ പോകാൻ പറ്റാതിരിക്കാൻ ഒരു ചാൻസ് ഇല്ല. കാരണം UAE അല്ലെങ്കിൽ സൗദി അങ്ങനെയൊന്നും നമ്മളെ ആരും ഉപദ്രവിക്കാറില്ല. കാരണം നമുക്കൊക്കെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ നമുക്ക് കിട്ടുന്നതിനെക്കാട്ടി ഫെസിലിറ്റി തരുന്ന ഈ ഒരു രാജ്യത്ത് നിങ്ങൾ എപ്പോഴും ഈ ഒരു രാജ്യവും സൗദിയാലും എല്ലാം നമുക്ക് തരുന്ന ഒരു ഫെസിലിറ്റി ഒരു വലുത് തന്നെയാണ്. കാരണം അത് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ഇതാണ് യഥാർത്ഥത്തിലെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും കേരളമാണ് ഗോഡ്സ് ഓൺ കൺട്രി. ഗോഡ്സ് ഓൺ കൺട്രി കേരളമാണെന്ന് എപ്പോഴും പറയും. പക്ഷേ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഈ നാടാണ് ഗോഡ്സ് ഓൺ കൺട്രി. നമ്മളെ സേവ് ചെയ്യുന്നതും നമുക്ക് വേണ്ട സാഹചര്യങ്ങളും എല്ലാം തന്നെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഇതുപോലത്തെ ഒരു രാജ്യം ഞാൻ എൻ്റെ ലൈഫിൽ വേറെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം, ഇവിടെ കിട്ടുന്ന നമ്മുടെ ലൈഫ് നമുക്ക് വേറെ എങ്ങും കിട്ടുന്നു. പക്ഷെ തെറ്റ് കാണിച്ചാൽ ഇവിടെ നിയമമുണ്ട്. ആ നിയമത്തിൽ നമ്മൾ ശിക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. കാരണം അല്ലാതെ ആർക്കും നിൽക്കില്ല. പക്ഷെ നേരെ രൂപ നടക്കുന്ന നേരായ മാർഗത്തിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി 10 വർഷം അല്ല 50 വർഷം ഇവിടെ ജീവിച്ചാൽ ഒരു പോലീസുകാരും കൊണ്ട് നമ്മുടെ ചോദിക്കത്തില്ല ഇവിടെ പോകാനാണ് ഇങ്ങോട്ട് പോന്നു പോലും ചെയ്തത്. പക്ഷെ നമ്മൾ തെറ്റെവിടെ തുടങ്ങുന്നു അതേ നിമിഷം തന്നെ പോലീസുകാരോട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അതാണ് ഈ നാടിൻ്റെ ഗുണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടെല്ലാം ഒന്ന് പറയാനുള്ളൂ. നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ആർക്കും ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ വീടുകളൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ അവരോടൊക്കെ പറയുക ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു, ഇവിടെ ഒരു കുഴപ്പവുമില്ല. അവരെ സന്തോഷപ്പെടുത്തുക. എനിക്കറിയാം നിങ്ങളൊക്കെ വന്നിരിക്കാൻ നിങ്ങളുടെയൊക്കെ കുടുംബത്തിൻ്റെ നന്മയും നിങ്ങളുടെ മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നോക്കാന്നുള്ളത് ഇപ്പം എൻ്റെ അടുത്ത് കൊണ്ടിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എല്ലാ സാധനങ്ങളുണ്ട്. സൂപ്പർ മാർക്കറ്റ്, പള്ളി എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് തന്നെയുണ്ട്. നിങ്ങളുടെ ഹാൾ ഇതൊക്കെ ഞാൻ ഇവിടെ ചെയ്തിട്ടത് സത്യത്തിൽ ഇതിന് പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നൊരു കാര്യമല്ല. ഇവിടെ ഒത്തിരി അസോസിയേഷൻ്റെ പ്രോഗ്രാം നടക്കാറുണ്ട്. ഇതിനൊക്കെ അറിയാം. അതൊന്നും അങ്ങനെ വലിയ പൈസ നോക്കിയിട്ടുള്ള കാര്യമൊന്നുമല്ല. ചെലവിനുള്ള പൈസ നോക്കും. അപ്പോൾ ഇതിനകത്ത് 10 ആൾക്കാർ വരും, നമുക്ക് പരിചയപ്പെടാം, നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാം. ഇതിനൊക്കെ വേണ്ടി ചെയ്തിട്ടൊരു സാധനമാണ് ഇത്. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം 100% നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യത്തിനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാക്കി. അതുപോലെ തന്നെ എൻ്റെ സ്റ്റാഫും അതുപോലെ തന്നെ എപ്പോഴും എന്നെ ബന്ധപ്പെടുന്ന ജിനും അതുപോലെ തന്നെ പ്രകാശ് ഇവരൊക്കെ നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ എന്നോട് ബന്ധപ്പെടാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ വിളിക്കുന്ന ഓരോ മഹൽ വ്യക്തികളും എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കും.
ഉണ്ടാവും. എപ്പോഴായാലും നിങ്ങൾ നമ്മളെയൊക്കെ വിളിക്കുക. പോകുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ നിങ്ങളെ കാണാൻ പറ്റും. നമ്മുടെ നമ്പറുകൾ തരാം. എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെ നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ എനിക്ക് ആകെ ഒരു നമ്പറേ ഉള്ളൂ, ഫോൺ നമ്പർ. അല്ലാതെ പേഴ്സണൽ ഒന്നും കമ്പനി ഫോണൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. നമുക്കൊക്കെ ആവശ്യമുണ്ട്, ആൾക്കാരെയൊക്കെ ആവശ്യം വരുന്ന സമയത്ത് നിങ്ങളൊക്കെ ബന്ധപ്പെടുക. ആർക്ക് വേണമെങ്കിലും നമുക്ക് ജോലി സാഹചര്യം ഒക്കെ ചെയ്തു തരാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും വേണ്ട. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ഒരു ബുദ്ധിമുട്ടില്ലാതെ. നിങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സജിച്ച, നല്ല വാക്കുകൾക്ക്. അടുത്തായി ആശംസാ പ്രസംഗം നടത്തുന്നതിനായി ഇന്ത്യൻ പീപ്പിൾസ് ഫോറത്തിന്റെ ഷാർജയുടെ അമരക്കാരൻ ശ്രീ വിനേഷ് ജിയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഈ യോഗത്തിൻ്റെ പ്രസിഡന്റ് പപ്പട്ടൻ, നമ്മുടെ ഗസ്റ്റ് പരിചയം, മറ്റുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരങ്ങളെ, വളരെ ആകസ്മികമായിട്ടാണ് ഇന്ന് ഈ പരിപാടിയിൽ ഇവിടെ എത്തപ്പെട്ടത്. ശരിക്കും ഇവിടെ വരാനുള്ള കാരണം സഹിച്ചാൻ്റെ വീണ്ടും കൊണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. 2 ദിവസമായി കണ്ടിട്ട്. പിന്നെ നിങ്ങൾ കുറേ സഹോദരങ്ങളിലൂടെ നടന്നു. അപ്പോൾ രണ്ടും കൂടെ ഒരു വീട്ടിൽ ഒരു പക്ഷി. പപ്പേട്ടൻ പറഞ്ഞ പോലെ സഹിച്ചെറിയ ഒരു അനുഭവം